ഹലോ ഗൈസ്, ഇപ്പോൾ IPL-നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഹോട്ട് ന്യൂസ് എന്ന് പറയുന്നത് സഞ്ജുവിൻ്റെ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് 3 താരങ്ങളെയാണ് സഞ്ജുവിന് പകരമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലൊന്ന് രവീന്ദ്ര ജഡേജ, പിന്നീട് ഗെയ്ക്വാദ്, അതുപോലെ തന്നെ ശിവം ദുബെ. ഇവരെ 3 പേരെയും വിട്ടുകൊടുക്കാൻ CSKക്ക് താല്പര്യമില്ല. അത് അണ്ടർസ്റ്റുഡ് ആണ് ഓൾറെഡി. കാരണം രവീന്ദ്ര ജഡേജ എന്ന് പറയുന്നത് ധോണി കഴിഞ്ഞാൽ നമ്മുടെ ചെന്നൈയുടെ ഐക്കൺ പ്ലെയർ ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന താരമാണ്. ഗെയ്ക്വാദ് അവരുടെ ക്യാപ്റ്റനാണ്. എന്തായാലും ഗെയ്ക്വാദിനെ വിട്ടുകൊടുത്തിട്ട് പകരം സഞ്ജുവിനെ കൊണ്ടുവന്ന് അവർ ക്യാപ്റ്റൻ ആക്കാൻ തീരെ ചാൻസ് ഇല്ല. കാരണം ആ ഒരു ഫിലോസഫി അല്ല CSKയുടേത്. പിന്നീട് ശിവം ദുബെ എന്ന് പറയുന്നതും ആ ഒരു ഓൾറൗണ്ടർ ഇപ്പം CSKയിൽ എത്തിയതിനു ശേഷമാണ് ശിവം ദുബെ IPL ഒരു പീക്ക് ഫോം അത് കണ്ടെത്തി തുടങ്ങിയത്. കഴിഞ്ഞ സീസൺ അത്രയും മികച്ചതായിരുന്നില്ല എങ്കിൽ കൂടി ഡീസൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശിവം ദുബെയും കൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇനി ഓൾ ക്യാഷ് ട്രേഡ് വരാൻ 18 crores വിലയുള്ള പ്ലെയറാണ് സഞ്ജു. അപ്പോൾ ഒരു ഓൾ ക്യാഷ് ട്രേഡ് വരാനും ഉള്ള ചാൻസസ് വളരെ സ്ലിം ആണ്. അപ്പോൾ CSKയിലേക്ക് പോകാൻ സഞ്ജുവിന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അത് നടക്കാൻ വലിയ സാധ്യത, ഒരു കാര്യമായ സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റു ടീമുകളും ഒരു ആഗ്രഹം, സഞ്ജുവിനെ ടീമിൽ എത്തിക്കാനുള്ള ആഗ്രഹം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ KKRൽ പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനവും സഞ്ജുവിന് ലഭിച്ചേക്കാം. കാരണം കഴിഞ്ഞ സീസണിൽ അജിങ്ക്യ രഹാനെ ആയിരുന്നു ക്യാപ്റ്റൻ. അവർക്ക് പ്രോപ്പറായിട്ടുള്ള വിക്കറ്റ് കീപ്പർ, ഇപ്പോൾ ഗുർബാസ് ആയാലും ഡീകോക്ക് ആയാലും കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും നടത്തിയിട്ടില്ല. അവർക്കൊരു ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പർ എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെയും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ട് മറ്റ് പല ടീമുകളെയും ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. കാരണം എന്തായാലും സഞ്ജു ഒഫീഷ്യലി തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു, തന്നെ ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ റിലീസ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അതിന് പ്രധാന ഒരു ഡിഫറൻസ് ഒരു മാനേജ്മെന്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് ബട്ട്ലറെ വിട്ടുകൊടുത്ത ഒരു തീരുമാനം സഞ്ജുവിന് അത്രയും ഇതായിട്ടില്ല. അതൊരു ഭിന്നതയ്ക്ക് കാരണമായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം, ഏത് ടീമിലേക്ക് സഞ്ജു പോകാനാണ് നിങ്ങളുടെ താല്പര്യം എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.